കേരളം സിംഗപ്പൂരായോ? ഇല്ല. ഇനി എന്തെങ്കിലും ആകുമോ? ഒരിക്കലുമില്ല. അത് പ്രഖ്യാപിക്കാനാണ് 45 ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചത്. നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ വലിയ അത്ഭുതങ്ങളുണ്ടാവും എന്നാണ് BJPയും അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച BJPയുടെ നേതാക്കളും അവകാശപ്പെട്ടിരുന്നു. പക്ഷേ 45 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം എത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷേ കേരളത്തിന് ഒന്നും നൽകാതെ, ഒന്നും വാഗ്ദാനം ചെയ്യാതെ, ഒരു പ്രൊജക്റ്റുമില്ലാതെ അദ്ദേഹം വീണ്ടും പറന്നുയർന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ BJPക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തിരുവനന്തപുരത്ത് വിജയിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിൻ്റെ BJP ഹെഡ് ക്വാർട്ടേഴ്സായി തിരുവനന്തപുരം മാറും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു വിജയം കൊണ്ടുപോലും കേരളത്തിൽ കാലുറപ്പിക്കാനായിട്ടുള്ള ഒരു പഴുതും ഉണ്ടാക്കാൻ BJPക്ക് കഴിവില്ല എന്നുള്ളതാണ്. BJP പറഞ്ഞതൊക്കെ ആകാശത്ത് പറന്നു നടക്കുന്നു എന്നല്ലാണ്ട് ഒരിക്കലും കേരളത്തിൻ്റെ മനസ്സിലേക്കോ കേരളത്തിൻ്റെ പ്രവർത്തനത്തിലോ അതിനിറങ്ങി വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ സത്വത്തെ അല്ലെങ്കിൽ കേരളീയത എന്ന് പറയുന്നതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത BJP എങ്ങനെയാണ് കേരളം പിടിക്കാനായിട്ട് പോകുന്നത്? കേരളത്തിന് വേണ്ടിയിട്ട് വാ തുറക്കാനായിട്ടുള്ള ശേഷി BJPയുടെ നേതാക്കൾക്കില്ല. 2 കേന്ദ്ര മന്ത്രിമാർ കേരളത്തിനുണ്ട്. ഒന്ന് സുരേഷ് ഗോപിയും മറ്റൊന്ന് ജോർജ് കുര്യനും. ഇതെന്ത് നോക്കുകുത്തികളാണ്? കേന്ദ്ര ഭരണത്തിനെ ശരിക്കു പറഞ്ഞാൽ അതിനെ സംരക്ഷിച്ച് നിർത്തുന്നതായിട്ടുള്ള നോക്കുകുത്തികളായി മാത്രം ഇവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കേരളം ഈ ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും 2 കാര്യങ്ങളായിരുന്നു. ഒന്ന് അതിവേഗ റെയിൽ എന്ന് പറയുന്ന സംവിധാനം. രണ്ടാമത്തെ എയിംസ്. എത്ര ദിവസമാണ് കലങ്ക് ചർച്ചയിൽ സുരേഷ് ഗോപി പറഞ്ഞത് ഇത് ഞാൻ ഇന്ന സ്ഥലത്തേക്കൊണ്ട് അവസാനം അദ്ദേഹം അത് ആലപ്പുഴയിൽ സ്ഥാപിക്കാനാണ് തീരുമാനിച്ചത്. അദ്ദേഹത്തിന് എന്താണ് കേന്ദ്ര മന്ത്രിസഭയിലുള്ള സ്ഥാനം? എന്തു സ്വാധീനം അതിനകത്തുണ്ട്? ജോർജ് കുര്യൻ വെറുതെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കാൻ കൊള്ളാം എന്നതിനപ്പുറം ഒന്നും ചെയ്യാനായിട്ട് ഒരു കഴിവുമില്ലാത്ത ഒരാളാണ് എന്ന് വെളിവാക്കപ്പെട്ടു. സുരേഷ് ഗോപി അതിനേക്കാൾ മോശമായിട്ടുള്ള മന്ത്രിയാണ് എന്ന് തെളിയിക്കപ്പെട്ടു. കേരളത്തിന് ആവശ്യം വരുന്ന സമയത്ത് കേന്ദ്ര ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ, കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലെ 2 മന്ത്രിമാർക്കും കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്കെങ്ങനെയാണ് കേരളത്തിൽ BJP അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയുക? ഇപ്പം കേരളത്തിൽ ഒരിക്കലും അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളായി BJP നേതൃത്വം മാറിക്കഴിയും.